തിരുവനന്തപുരം നഗരത്തിൻ്റെ ചുമതലയാണല്ലോ എനിക്കുണ്ടായത്. സ്വാഭാവികമായിട്ടും അവിടെയാണെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനൊക്കെ എല്ലാവർക്കും വേണ്ടി 101 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ആലോചിച്ച് പാർട്ടി തീരുമാനിച്ചോട്ടെ. നേമത്ത് മത്സരിക്കാനില്ല എന്ന് ശിവൻകുട്ടി പറഞ്ഞില്ല. അപ്പോൾ ഞാനിതിൽ അന്തർധാര മണക്കുന്നുണ്ട്. ഈ 2 സീറ്റുകളും BJP കൊടുക്കാനുള്ള ഒരു ഡീലിൻ്റെ ഭാഗമാണോ എന്നാണ് ഞങ്ങളുടെ സംശയം. മത്സരിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം ആദ്യം പാർട്ടി തീരുമാനിക്കും. മത്സരിക്കുകയാണെങ്കിൽ എവിടെ ഇത് രണ്ടും പാർട്ടിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ജനങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഭരണത്തിനെ വെറുക്കുന്നത്? പിണറായിൻ്റെ ശൈലിനെയാണ് ജനങ്ങൾ വെറുക്കുന്നത്. പിണറായി വിജയനെ മുന്നിൽ നിർത്തിയാൽ ഞങ്ങൾക്ക് ജോലി കുറെ കൂടി എളുപ്പമായി എന്ന് പറയുന്നതിൻ്റെ കാരണം. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കെ മുരളീധരനാണ് നമ്മളോടൊപ്പം ഉള്ളത്. കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഒരു വാമപ്പ് തന്നെ വയനാട് കഴിഞ്ഞു. എന്താണ് ഈ വാമപ്പിൽ എടുത്തിട്ടുള്ള പ്രധാന അതിൻ്റെ അടുത്ത ഇലക്ഷൻ വരെയുള്ള പാർട്ടി നടത്തേണ്ട പരിപാടികൾ, മുന്നണിയുടെ സീറ്റ് ചർച്ച, സ്ഥാനാർത്ഥി നിർണ്ണയം, അങ്ങനെ ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ ഈ 2 ദിവസം കൊണ്ടൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടൊരു കാര്യം, ഇലക്ഷൻ്റെ ഒരു വിജയത്തിൻ്റെ പ്രധാന ഘടകം SIR. അപ്പോൾ SIRൻ്റെ കാര്യങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തീകരിക്കാൻ പാർട്ടിയുടെ സീനിയർ നേതാക്കന്മാരെ, ഇപ്പോൾ ഞാനും ശ്രീ സുധാകരൻ അങ്ങനെ ഉൾപ്പെടെ ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ SIRൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് അജണ്ട. അതോടൊപ്പം പാർട്ടിയുടെ സമര പരിപാടികൾ, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരായിട്ടുള്ള സെക്രട്ടേറിയറ്റ്, കളക്ട്രേറ്റ് മാർച്ചുകൾ, അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് അട്ടിമറിച്ചതിനെതിരായിട്ടുള്ള രാപ്പകൽ സമരം, ഇത് രണ്ടും പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റ് UDFൻ്റെ സീറ്റ് ചർച്ച തുടർന്നുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം, എല്ലാം ഒരു ടൈം ബൗണ്ടായിട്ടാണ് തീരുമാനിച്ചിട്ടാണ് ക്യാമ്പ് പിരിഞ്ഞത്. പൊതുവേ നമ്മൾ പ്രൊഫഷണൽസിനെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് സമീപകാലത്തെ ഒരു സാഹചര്യം കൂടെയുണ്ട്. കനകലുവിൻ്റെ റിപ്പോർട്ട് മാത്രമാണോ, അതല്ലാതെ കോൺഗ്രസിന് മുന്നിലുള്ള പദ്ധതി? AICC ഒരു 2-3 സർവേ എടുക്കും, കനകലുവിൻ്റെ ഉൾപ്പെടെ. പൊതുവായിട്ട് വരുന്ന കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പം എല്ലാ സർവേയും ശരിയാവണമെന്നില്ല, എങ്കിലും പരമാവധി 2-3 ഏജൻസികളെ കൊണ്ട് സർവേ നടത്തും. അങ്ങനെയാണ് സാധാരണ ഈ പ്രക്രിയ പൂർത്തിയാക്കാറുള്ളത്. കടക്ക് പുറത്ത് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ക്യാമ്പയിൻ എന്നാണ് മനസ്സിലാക്കുന്നത്. പിണറായിയെ തന്നെയാണ് ഒരു വശത്ത് CPM ക്യാമ്പയിൻ ലീഡ് ചെയ്യാൻ വേണ്ടി മുന്നിൽ നിർത്തുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് ഈ ഒരു പിണറായിയെ മുന്നിൽ നിർത്തിയുള്ള CPMൻ്റെ പോരാട്ടത്തെ? കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണത്തിൻ്റെ ഒരു മുഖ്യ കണ്ണി മുഖ്യമന്ത്രിയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിണറായി വിജയനെ തന്നെ മുന്നിൽ നിർത്തിയാൽ ഞങ്ങൾക്ക് ജോലി കുറെ കൂടി എളുപ്പമായി എന്ന് പറയുന്നതിൻ്റെ കാരണം. ഈ ശബരിമല ഒരു വലിയ ചർച്ചാ വിഷയം തന്നെയായിട്ടുണ്ട്. അതിനിടയിലാണ് കോൺഗ്രസിന് നേരെയും ശബരിമല വിഷയത്തിലെ ചില ആരോപണങ്ങൾ CPM ഉയർത്തിവിട്ടത്. ഈ ശബരിമല ക്യാമ്പയിൻ എത്രമാത്രമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക? ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ ഈ സ്വർണ്ണക്കൊള്ളയുടെ സത്യാവസ്ഥ പുറത്തു വരുന്നവരെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ എടുത്തിട്ടുള്ള പ്രധാന തീരുമാനം എന്ന് പറയുന്നത്, ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിഷയത്തിൽ എക്സ്ട്രീമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ചില കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഫോട്ടോ കണ്ടാൽ ഞങ്ങളങ്ങ് പേടിച്ചു പോകും എന്നൊരു ധാരണയുണ്ടായിരുന്നു. അത് തെറ്റാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് അവർക്ക് മനസ്സിലാവും ഈ സമരങ്ങളുടെ സ്വഭാവം കാണുമ്പോൾ. വന്ന വാർത്തയാണ്, നേമത്തേക്ക് ശിവൻകുട്ടി ഇല്ല മത്സരിക്കാൻ എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നു. വട്ടിയൂർക്കാവിൽ സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് തന്നെ വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു എന്നതുൾപ്പെടെയുള്ള താങ്കളുടെ പേരാണ് കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ഉയർന്നു കേൾക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, വട്ടിയൂർക്കാവ് തന്നെ കിട്ടിയേ പറ്റൂ എന്ന് സുരേന്ദ്രൻ പറയുന്നതായിട്ട് ചില ചാനലിൽ കണ്ടു. നേമത്ത് മത്സരിക്കാനില്ല എന്ന് ശിവൻകുട്ടി പറഞ്ഞില്ല. അപ്പോൾ ഞാനിതിൽ അന്തർധാര മണക്കുന്നുണ്ട്. അത് ഈ 2 സീറ്റുകളും BJP കൊടുക്കാനുള്ളൊരു ഡീലിൻ്റെ ഭാഗമാണോ എന്നാണ് ഞങ്ങളുടെ സംശയം. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ളൊരു ഡീല് ആരോപണം തൃശ്ശൂരിലാണെങ്കിൽ ഉൾപ്പെടെ കെ മുരളീധരനാണ് ഉന്നയിച്ചിട്ടുള്ളത്. അത്തരം വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നേമ നിയോജകമണ്ഡലത്തിൽ തിരുമല വാർഡിൽ ഇത്തവണ 7 ബൂത്ത് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 6 ബൂത്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 6 ബൂത്ത് ഉണ്ടായിരുന്നപ്പോൾ ഏതാണ്ട് 1900 വോട്ട് കിട്ടിയിരുന്നു CPMന്. ഇത്തവണ അത് 1600 ചുരുങ്ങി, ബൂത്തിൻ്റെ എണ്ണം കൂടിയപ്പോൾ. ഞങ്ങൾക്ക് ഏറ്റവും മോശം പ്രകടനമായിരുന്നു 2020. ഞങ്ങൾക്ക് അന്ന് 400 വോട്ടോ മറ്റോ കിട്ടിയിട്ട്, ഇത്തവണ ഞങ്ങൾക്ക് 1200 വോട്ട് കിട്ടി. പക്ഷേ കഴിഞ്ഞ തവണ കിട്ടിയ 2000 വോട്ട് തന്നെ BJP ഇത്തവണയും നിലനിർത്തി. അങ്ങനെ BJP ജയിച്ചു. അപ്പോൾ അത് തന്നെ ഒരു ഉദാഹരണമാണ്. പിന്നെ മറ്റൊരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ചാല വാർഡിൽ ഞങ്ങൾ ലീഗിൻ്റെ കാൻഡിഡേറ്റ് ആയിരുന്നു. ലീഗ് സ്ഥാനാർത്ഥി ജയിക്കില്ല എന്നൊരു പ്രചരണം വന്നപ്പോൾ
സി വെൽഫെയർ പാർട്ടിയും SDP-യും LDF-ന് വോട്ട് കൊടുത്തു. പക്ഷേ LDF-ലെ ഒരു വിഭാഗം BJP-നെ സഹായിച്ചു. അങ്ങനെ 16 വോട്ടിന് BJP ജയിച്ചു. ഇങ്ങനെയുള്ള പല ഉദാഹരണങ്ങളുണ്ട്. വെറുതെ കാടടച്ച് വെടിവെക്കുന്നതല്ല, തെളിവ് സഹിതം ഞങ്ങൾ അയക്കാം. രാഷ്ട്രീയത്തിൽ പൊതുവെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമില്ല എന്ന് പറയും. എന്നാലും ചോദിക്കുകയാണ്, പ്രത്യേകിച്ച് ദീർഘകാലത്തെ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ, ഒപ്പം തന്നെ രാഷ്ട്രീയ അനുഭവമൊക്കെ ഉള്ള ഒരാളാണ്. എവിടെയായിരിക്കും വ്യക്തിപരമായി ഈ തെരഞ്ഞെടുപ്പ്? അപ്പോൾ മത്സരിക്കണോ വേണ്ടേ എന്നുള്ള കാര്യം ആദ്യം പാർട്ടി തീരുമാനിക്കണം. മത്സരിക്കുകയാണെങ്കിൽ എവിടെ? ഇത് രണ്ടും പാർട്ടിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പാർട്ടി തീരുമാനിക്കട്ടെ. മാനസികമായി നമ്മളൊരു ഘട്ടത്തിൽ മത്സരരംഗത്തേക്കില്ല ഇനി എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോഴും മത്സരരംഗത്തിനോട് എനിക്കൊരു താല്പര്യമില്ല. ഞാൻ പാർട്ടി ഏൽപ്പിക്കുന്ന വർക്ക് ഏറ്റെടുത്ത് നടത്താനാണ് എനിക്കിപ്പോഴും താല്പര്യം. അതോടെ ഞാൻ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിച്ചോട്ടെ. പക്ഷേ തിരുവനന്തപുരം പ്രത്യേകിച്ച് അങ്ങയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം ആണോ ശരിക്കും വ്യക്തിപരമായ ഒരു ചോയ്സ് പാർട്ടി അങ്ങനെ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ? അല്ല, തിരുവനന്തപുരം നഗരത്തിൻ്റെ ചുമതലയാണല്ലോ എനിക്കുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അവിടെയാണെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ എല്ലാവർക്കും വേണ്ടി 101 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പാർട്ടി തീരുമാനിച്ചോട്ടെ. പാർട്ടിയുടെ എന്ത് തീരുമാനമാണെങ്കിലും അതിനൊപ്പമാണ്. ചേരുന്നത് ഇപ്പം കോൺഗ്രസ്സിൽ ഉണ്ടാകാതിരുന്ന അല്ലെങ്കിൽ പല ഘട്ടങ്ങളിൽ ഉണ്ടാകാതിരുന്ന ഒരു ഐക്യത്തിൻ്റെ ഒരു സ്വഭാവത്തോടു കൂടിയാണ് നമ്മുടെ ഈ ക്യാമ്പ് സമാപിച്ചിട്ടുള്ളത്. ക്യാമ്പിൽ പൊതുവെ എന്താണ് മൊത്തത്തിൽ നേതാക്കന്മാർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു? പാർട്ടി ഒരുമിച്ച് നിൽക്കണം, എന്ത് വന്നാലും ഇത്തവണ ജയിച്ചേ തീരൂ എന്നുള്ളൊരു ചിന്താഗതി നേതാക്കൾക്കും അണികൾക്കും ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേർക്കും ഒരേ വികാരം ഉണ്ടായി. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്നൊരു വാശി ഉണ്ടാവാൻ കാരണം. ആ ഒരു മനോഭാവം തന്നെയാണ് കഴിഞ്ഞ ലോക്കൽ ബോഡിയിലും UDF-നെ വിജയിപ്പിച്ചത്. അതേ ട്രെൻഡ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. വയനാട് ഇപ്പോൾ വീടുകൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതായിരുന്നു ആരോപണം. അതിനൊക്കെ തന്നെ പരിഹാരം ഉണ്ടാക്കുകയാണ്. അടുത്ത ആഴ്ച എൻ്റെ തറക്കല്ലിട്ട് വർക്ക് തുടങ്ങാൻ പോവുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ഫണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ 1 കോടിയോളം അവർ പിരിച്ച ഫണ്ട് അവർ പാർട്ടിക്ക് KPCA ഏൽപ്പിക്കാൻ പോവുകയാണ്. ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ക്യാമ്പിൽ വെച്ചതിൻ്റെ കണക്ക് നൽകി അത് തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പം മുന്നണികൾക്കിടയിൽ തന്നെ ഏതെങ്കിലും ചെറിയ കക്ഷികൾക്ക് വരാനുള്ള താല്പര്യമോ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് ചർച്ചയായിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായും. എന്താണ് PV അൻവർ കൂടെയുണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെ അത്തരത്തിലുള്ള കുറേ നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. എന്താണ് പൊതുവെ അത്തരത്തിൽ എടുത്തിട്ടുള്ളൊരു തീരുമാനം? ഞങ്ങളെടുത്തിട്ടുള്ള തീരുമാനം ആരെയും പ്രത്യേകിച്ച് ഓപ്പണായിട്ട് ക്ഷണിക്കേണ്ട കാര്യമില്ല. എന്നാൽ വരുന്നവരുടെ മുമ്പിൽ വാതിൽ കൊട്ടിയടയ്ക്കുകയും വേണ്ട. അതാണ് പാർട്ടിയുടെയും മുന്നണിയുടെയും തീരുമാനം. പിണറായിയെ ഒരു സ്റ്റാർ ഐക്കണാക്കി നിർത്തുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്തായിരിക്കും എന്നുള്ളതാണ് അങ്ങയുടെ പ്രതീക്ഷ? അല്ല, അതാണ് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമുള്ള കാര്യം. കാരണം ആരെയാണോ ഞങ്ങൾ എതിർക്കുന്നത്, ജനങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഭരണത്തിനെ വെറുക്കുന്നത്? പിണറായിൻ്റെ ശൈലിനെയാണ് ജനങ്ങൾ എതിർക്കുന്നത്. ആ പിണറായി തന്നെ എതിർഭാഗത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കുറേ കൂടെ ജോലി എളുപ്പമായി എന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ. എന്തായാലും പോരാട്ടം കടുത്തതായിരിക്കും. ആവനാഴിയിൽ എന്തെങ്കിലുമൊക്കെ അവശേഷിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ആവനാഴിയിലെ അസ്ത്രങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് പ്രയോഗിക്കലാണല്ലോ ഒരു ഇലക്ഷൻ്റെ വിജയം. അത് തന്നെയാണ് ഉണ്ടാവുക. എന്തായാലും വളരെയധികം സന്തോഷം ഇത്രയും നേരം സംസാരിച്ചതിൽ. ഓൾ ദി ബെസ്റ്റ്.